തിരുവഴുത്തിലെ ഏറ്റവും ശക്തരായ വിശുദ്ധന്മാർ പോലും ആഴത്തിൽ പോരാടി. കർമ്മേൽ പർവ്വതത്തിലെ ഒരു വലിയ വിജയത്തിനു ശേഷം പ്രവാചകനായ ഏലിയാവ് വളരെയധികം തളർന്നുപോയി. തന്റെ ജീവൻ എടുക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് നെടുവീർപ്പെടുന്നു, എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരങ്ങുന്നതെന്ത്? ദൈവം നിങ്ങളുടെ വേദന കാണുന്നു, അവൻ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കുന്നില്ല. കർത്താവ് ഹൃദയം തകർന്നവരുടെ അടുത്താണ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. വിഷാദം നിങ്ങളുടെ കാഴ്ചയെ മറച്ചേക്കാം, പക്ഷേ ദൈവത്തിന്റെ സത്യം നിലനിൽക്കുന്നു. നിങ്ങൾ അവൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ മൂല്യം അവനിൽ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ പ്രകടനത്തിലോ വികാരങ്ങളിലോ അല്ല. 2 പൈസയ്ക്ക് 5 കുരുവികളെ വിൽക്കുന്നില്ലേ? എന്നിട്ടും അവയിൽ ഒന്നിനെ പോലും ദൈവം മറക്കുന്നില്ല. നിങ്ങൾ നിരവധി കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ മനസ്സൊരു യുദ്ധക്കളമാകുമ്പോൾ ദൈവവചനം നിങ്ങളുടെ വാളാണ്. അത് ഉച്ചത്തിൽ പറയുക, പ്രാർത്ഥിക്കുക, അതിൽ ധ്യാനിക്കുക. കർത്താവിൻ്റെ ന്യായപ്രമാണം പൂർണ്ണമാണ്, ആത്മാവിനെ ഉന്മേഷഭരിതമാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ ശരിയാണ്, അത് ഹൃദയത്തിന് സന്തോഷം നൽകുന്നു. വിഷാദം അനന്തമായി തോന്നിയേക്കാം, പക്ഷേ അത് ശാശ്വതമല്ല. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ സുരക്ഷിതമാണ്. കരച്ചിൽ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്നേക്കാം, പക്ഷേ രാവിലെ സന്തോഷം വരുന്നു. ഒറ്റയ്ക്ക് കഷ്ടപ്പെടരുത്, ദൈവത്തോട് നിലവിളിക്കുക. ദൈവഭക്തരായ ഉപദേഷ്ടാക്കളിൽ നിന്നോ പാസ്റ്റർമാരിൽ നിന്നോ സഹായം തേടുക. ഒരു സമയം, ഒരു വാക്യമാണെങ്കിൽ പോലും തിരുവഴുത്ത് വായിക്കുന്നത് തുടരുക. യേശു നിങ്ങളുടെ വെളിച്ചമായതിനാൽ മുന്നിൽ വെളിച്ചമുണ്ട്.